നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ചക്ക പായസമാണ്. ഇപ്പൊ ചക്കയൊക്കെ ധാരാളമായിട്ട് കിട്ടാനുണ്ട്, ലോക്ക്ഡൌൺ ആണ്. അപ്പോൾ ചക്ക പായസം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ കുറച്ച് തേങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി ചക്ക പായസമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേയിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം വിന്നർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. ഇപ്പോൾ ഈ ഉരുളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചുവട് കട്ടിയുള്ള ഏത് പാത്രമായാലും മതി, കുക്കറായാലും മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങയുടെ പാലൊന്ന് എടുത്ത് വെക്കണം. അതിനുവേണ്ടി 2 കപ്പ് നിറച്ചും തേങ്ങ ചിരകിയത് മിക്സിയിൽ ഇട്ട് നന്നായിട്ട് അരച്ച് എടുത്തതാണിത്. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് 1-ാം പാല് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ച് എടുക്കാം. അത് 2-ാം പാലായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ആ തേങ്ങയ്ക്കകത്തോട്ട് തന്നെ 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അതും അതേപോലെ തന്നെ പിഴിഞ്ഞെടുത്ത് വെക്കാം. അതാണ് നമ്മുടെ 3-ാം പാൽ. ഇനി നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാനായിട്ട് ഈ ഉരുളിക്കകത്തോട്ട് ചക്ക ചെറുതായിട്ട് നുറുക്കിയ വരിക്കച്ചക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. മുറിച്ചതിന് ശേഷം ഒരു 1.5 കപ്പോളം ഉണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാലില്ലേ, അതിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇത് അവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കര എടുക്കണം. ഇതിപ്പോ ഒരു ഉണ്ടയാണ് കേട്ടോ. നമുക്ക് തിരുവനന്തപുരത്തൊക്കെ ഈ ഉണ്ടയാണ് കിട്ടുക. ഇതിപ്പോ ഞാൻ വെയിറ്റ് നോക്കിയ സമയത്ത് ഒരു 375 ഗ്രാം ഉണ്ട്. അതൊന്ന് കുത്തി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അത് പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാനാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം. ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി ചക്കയിലോട്ട് പിടിച്ചിട്ടുണ്ട്. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ അടിയിലൊക്കെ ചെറുതായിട്ടൊന്ന് പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. പിടിക്കരുത് കേട്ടോ, അടി പിടിച്ചു പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അത് ഒഴിച്ചു കൊടുക്കാം. അതങ്ങ് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിന് ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ കാണുമല്ലോ, അതൊക്കെ ഒന്ന് പോട്ടെ. ചക്ക നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഉരുക്കിയത് ഒഴിക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചക്കയുടെ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഒരു കല്ലിച്ചു പോയതുപോലെ ആയിപ്പോവും. ഇനി അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. നന്നായിട്ട് കുറുകി വരണം. ആ ശർക്കരയൊക്കെ നന്നായിട്ട് ചക്കയിലോട്ട് പിടിച്ച് ചക്കയുടെ ടേസ്റ്റും ഒക്കെ ശർക്കരയിലോട്ടും ഒക്കെ ഇറങ്ങി വരട്ടെ. അത് അടച്ചു വെക്കണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പം അത് തിളച്ച് വറ്റി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തൊട്ടടുത്തുള്ള അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ അത് തിളച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചൗവരി ഒരു 1/2 കപ്പ് ചൗവരി ഇട്ട് കൊടുക്കാം. ഇതിപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, നല്ല നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യും കൂടി അതിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാലിന്റെ ബാക്കിയില്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. 3-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് 2-ാം പാൽ എടുത്ത് വെച്ചില്ലേ, അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. ഇതൊന്നും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവിടെ ഇരുന്ന് അങ്ങ് ആയിക്കോളും. നമ്മൾ ഇടയ്ക്കൊന്ന് പോയി ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇപ്പൊ നമ്മുടെ ചൗരിയൊക്കെ നന്നായിട്ട് വെന്ത് ഏകദേശം ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്നുണ്ട്. കുറെയൊക്കെ ട്രാൻസ്പെറന്റ് ആയി, ഇനി കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആവാനുണ്ട്. ഇത് മതി. ഇത് നമുക്ക് എടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് അവിടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പൊ ആ ചക്കയുടെ ടേസ്റ്റും എല്ലാം അതിലേക്ക് വരികയും ചെയ്യും. അതങ്ങ് ആ സമയത്തേക്ക് അതങ്ങ് ട്രാൻസ്പെറന്റ് ആയി വരും. ഇനിയിപ്പോ ഈ ചൗവരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരു പഴം മണിപ്പായസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അരിപ്പൊടി കൊണ്ടുള്ള ഒരു ഉണ്ട ഉരുട്ടിയിടുന്നതാണ്. അപ്പൊ അതുപോലെ ചെയ്തിരുന്നാലും മതി. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഏലക്ക തൊലി പൊളിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചക്കപ്പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആയാൽ മതി. കാരണം ഇത് ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് കുറുകും. അതിലേക്ക് നമുക്ക് 1-ാം പാല് എടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 1-ാം പാല് ഒഴിച്ചത് ഒന്ന് തിളച്ചിട്ടുണ്ട്. അത് മതി. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർക്കുമ്പോഴത്തേക്കും ഇപ്പൊ തന്നെ നല്ല മണം കേട്ടോ. ചക്കയുടെ പായസത്തിന്റെ മണം ഇങ്ങനെ അടുക്കള മാത്രമല്ല വീട് മുഴുവനുണ്ട്. ചക്ക എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയല്ലേ. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും, എനിക്ക് സൈതറിന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. പക്ഷെ ചിക്കു കഴിക്കില്ല ചക്ക. പക്ഷെ ചക്ക കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ ഇഷ്ടമാണ്. അതിപ്പോ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പൊ ഓഫാക്കി അടച്ചു വെക്കുന്നതിന് മുമ്പേ നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ട് വറുത്തെടുക്കാം.
തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടാം കേട്ടോ, നല്ല ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത് കൂടി ഇട്ടാൽ. അത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഉണക്കമുന്തിരി കഴുകിയത് ഇട്ട് ഒന്ന് വറുത്ത് നന്നായിട്ട് വീർത്ത് വരുമ്പം അത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരിയും കൂടെ ഇട്ടിട്ടുണ്ട്. അടിപൊളി എന്താ പായസം, നിങ്ങൾ കുടിച്ചാൽ മതി, അങ്ങനെയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനത്തെ ഒക്കെ പായസമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ അപ്പം തന്നെ എടുത്ത് കുടിക്കും. മധുരം നോക്കാന്നാണ് വെപ്പ്, എന്നാലും ഞാൻ കുറച്ച് കുടിക്കും, കുറച്ചേ കുടിക്കുള്ളൂ, പക്ഷെ എന്തായാലും കുടിച്ചിരിക്കും. അപ്പൊ നമുക്ക് ബൗളിലേക്ക് പായസം എടുക്കാം. അപ്പൊ ഇതാ ബൗളിലൊക്കെ എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താ പറയാ, ചക്ക പായസം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കുറച്ച് ചക്ക കിട്ടുകയാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഒന്നും പറയാനില്ല, അത്രയും പറയാനുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കുറച്ച് തേങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ, 2 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.